അന്നൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടായി ഒരു യൂട്യൂബറുടെ വിഷയത്തിൽ, അല്ലേ? നിങ്ങൾ ചോദിക്കരുത് എന്ന് ആഗ്രഹിച്ചാലും ഞാൻ കേട്ടോ. പക്ഷേ പണ്ടൊക്കെ എനിക്ക് പക എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഡബ്ബിംഗ് കാലഘട്ടങ്ങളിൽ എന്നെ മെൻ്റലി വല്ലാതെ ഹരാസ് ചെയ്ത്, പ്രൊഫഷണലി ഹരാസ് ചെയ്ത് ആൾക്കാരൊക്കെ, സ്ത്രീകൾ തന്നെ, നമ്മുടെ ഈക്വൽ ഡബ്ബിങ്ങിന് നിന്നവർ തന്നെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പകയുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വളരണം, വളർന്നിട്ട് അവരോട് 4 വർത്തമാനം പറയണം, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്ത് സില്ലി ആയിട്ടാണ്, എന്തിനാണ് നമ്മളങ്ങനെ പകയുടെ പുറത്തല്ലല്ലോ നമ്മൾ വളരേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നത്. അത് പകയോടുകൂടെ ആയിരിക്കണം. ഈ പക എന്ന് പറയുമ്പോൾ എന്നെ തന്നെയാണ് ആ പക ഇല്ലാതെയാക്കുന്നത്. എന്നെയാണത് ഡിസ്റ്റർബ് ചെയ്യുന്നത്. എൻ്റെ മനസ്സ് ചീത്തയാകുന്നു, എൻ്റെ ചിന്തകൾ ചീത്തയാകുന്നു. അപ്പോൾ എൻ്റെ ടോട്ടൽ ഫേസ് എക്സ്പ്രഷൻ ചീത്തയാവുന്നു. അത് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ശരിക്കും പറയണേ, എനിക്ക് ആ യൂട്യൂബറിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, കണ്ടാൽ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പാവം തോന്നും. അന്ന് ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ വേറൊരാളുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് സിനിമയിൽ അച്ചീവ് ചെയ്ത ആളുകളെക്കുറിച്ച് നിരന്തരം യൂട്യൂബിൽ കൂടി ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടല്ലോ, സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹം ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷേ അച്ചീവ് ചെയ്തവരെ കുറിച്ചാണ് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നതും. ഇല്ലാത്ത കഥകൾ, അതിനെ കണ്ണും മൂക്കും ഒക്കെ എഴുതി വരച്ച് ഇങ്ങനെ പറയുന്നു.